ബികോം തേർഡ് സെമസ്റ്ററിലെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ 10ാമത്തെ വീഡിയോ ആണ്. Mean deviation. Mean deviation is defined as the arithmetic mean of deviation of all the values in a series from their average, counting all such deviations as positive. The average selected may be mean, median or mode. Mean deviation is defined as arithmetic mean of deviations of all the values in a series from their average, counting all such deviations as positive. The average selected may be mean, median or mode. Mean deviation എന്ന് പറയുന്നത് ഗിവൺ വാല്യൂസും ആവറേജും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അരിത്തമെറ്റിക് മീനാണ്. ഗിവൺ വാല്യൂസും ആവറേജ് എന്ന് പറഞ്ഞാൽ മീനാവാം, മീഡിയൻ ആവാം, മോഡാവാം. അപ്പോൾ മീനോ മീഡിയനോ മോഡോ ഏതാണോ ആവശ്യപ്പെടുന്നത് എങ്കിൽ അത് ആ ആവറേജുകളും തന്നിരിക്കുന്ന വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അരിത്തമെറ്റിക് മീനാണ് മീൻ ഡീവിയേഷൻ. ഈ ഡീവിയേഷൻ, അതായത് ആവറേജുമായിട്ടുള്ള ഡീവിയേഷൻ എപ്പോഴും പോസിറ്റീവായിട്ട് വേണം എടുക്കുന്നത്. തന്ന വാല്യൂസ് എക്സ് ആണെങ്കിൽ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആണ് കാണുന്നത് എങ്കിൽ എക്സ് മൈനസ് അരിത്തമെറ്റിക് മീനിൻ്റെ പോസിറ്റീവ് ഡിഫറൻസ്, ആ പോസിറ്റീവ് ഡിഫറൻസിൻ്റെ അരിത്തമെറ്റിക് മീനാണ് മീൻ ഡീവിയേഷൻ. Therefore mean deviation equal to absolute value of d divided by n, where absolute value of d represents deviation from an average without sign, n being number of items. അപ്പോൾ mean deviation equal to sigma mod d by n. mod d എന്ന് പറയുന്നത് absolute value of d എന്നാണ്, അതായത് deviation from average without sign എന്നാണ് അർത്ഥം. Mean deviation is an absolute measure. Its coefficient is coefficient of mean deviation. It is equal to mean deviation divided by average from which mean deviation is calculated. Coefficient of mean deviation എന്ന് പറഞ്ഞാൽ mean deviation divided by average ആണ്. mean deviation ഏതിൽ നിന്നാണ്? mean deviation from mean ആണെങ്കിൽ mean deviation from mean by mean, അല്ലെങ്കിൽ mean deviation from median by median, അതല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ ഫ്രം മോഡ് ഡിവൈഡഡ് ബൈ മോഡ്. അതാണ് കോയഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. അപ്പോൾ കോയഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ബൈ മീൻ, ഓർ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഡിവൈഡഡ് ബൈ മീഡിയൻ, ഓർ മീൻ ഡീവിയേഷൻ ഫ്രം മോഡ് ഡിവൈഡഡ് ബൈ മോഡ്. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് മീൻ ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഓൾ വാല്യൂസ് from their average, counting the deviations as positive. Mean deviation in individual series. Mean deviation equal to sigma mod d by n. ഇങ്ങനെ എഴുതിയാൽ mod d എന്നാണ് വായിക്കുന്നത്. absolute value of d, sigma mod d by n, where mod d equal to mod x minus mean, or mod x minus median, or mod x minus മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് വാല്യൂ ഓഫ് ഡി. മോഡ് ഡി എന്ന് വെച്ചാൽ മോഡുലസ് വാല്യൂ ഓഫ് ഡി ഓർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി, ഡിഫറൻസ് വിത്തൗട്ട് സൈൻ എന്നാണ് മീനിങ്. അപ്പോൾ മീനിൽ നിന്നോ മീഡിയനിൽ നിന്നോ മോഡിൽ നിന്നോ ഉള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, അതാണ് മോഡ് ഡി. മീൻ ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് സീരീസ്, മീൻ ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ. n capital letter ആണ്, where mod d is the absolute deviation taken from the average from which mean deviation is obtained. n equal to sigma f. mean deviation ഏത് ആവറേജിൽ നിന്നാണോ എടുക്കുന്നത് ആ ആവറേജിൽ നിന്നുള്ള ഡീവിയേഷൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് mod d എന്ന് പറയുന്നത്. അപ്പോൾ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് mod d ബൈ ക്യാപിറ്റൽ എൻ. കണ്ടിന്യൂസ് സീരീസിനും സെയിം ഫോർമുലയാണ്. മീൻ ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ എഫ് mod d ബൈ ക്യാപിറ്റൽ എൻ. In the case of continuous series, mean deviation equal to sigma f mod d divided by n. Mean deviation from mean. Find mean deviation from mean and its coefficient for the following values: 25, 63, 85, 75, 62, 70, 83,
28, 30, 12. അപ്പോൾ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആണ് കാണേണ്ടത്. അപ്പോൾ എന്തെല്ലാം വേണം? മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആവുമ്പോൾ എക്സ് എന്ന് എഴുതിയിട്ട് ഈ വാല്യൂസ് താഴെ താഴെ എഴുതുക. അതിൻ്റെ ടോട്ടൽ കാണണം. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. അതിനുശേഷം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി കാണണം. ടേബിൾ എഴുതി എക്സ് എന്ന് എഴുതിയിട്ട് താഴെ താഴെ 25, 63, 85, 75, 62, 70, 83, 28, 30, 12. ഇനി അരിത്തമെറ്റിക് മീൻ കാണണം. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടിയതാണ് 533/533. അപ്പോൾ 533 ഡിവൈഡ് ബൈ 10 53.3. അരിത്തമെറ്റിക് മീൻ കിട്ടി 53.3. അപ്പോൾ ഈ അരിത്തമെറ്റിക് മീനും ഓരോ എക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇനി കാണേണ്ടത്. മോഡ് ഡി ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് മീൻ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 53.3 ഈക്വൽ ടു ഡീവിയേഷൻ ഫ്രം 53.3 വിത്തൗട്ട് സൈൻ. മോഡ് 25 മൈനസ് 53.3 25ഉം 53.3 തമ്മിലുള്ള ഡിഫറൻസിൻ്റെ വാല്യൂ ഡിഫറൻസ് എത്രയാണോ അതാണ് എഴുതേണ്ടത് 28.3. ആ ഡിഫറൻസ് വിത്തൗട്ട് സൈൻ എഴുതുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ എഴുതാം. അപ്പോൾ 63 മൈനസ് 53.3 9.7. ഓരോ എക്സും 25ഉം 53.3യും പിന്നെ 63 53.3 85 53.3 75 53.3 62 53.3 70 53.3 അങ്ങനെയുള്ള ഡിഫറൻസ് എല്ലാം ഡിഫറൻസുകൾ എഴുതുക. അതിൻ്റെ ടോട്ടൽ അതാണ് സിഗ്മ മോഡ് ഡി 236.4. അതിനുശേഷം മീൻ ഡീവിയേഷൻ ഫ്രം മീൻ സിഗ്മ മോഡ് ഡി ബൈ എൻ. സിഗ്മ മോഡ് ഡി 236.4 ആണ്. എൻ 10 ആണ്. നമ്പർ ഓഫ് വാല്യൂസ് 10 ആണ്. 236.4 ഡിവൈഡഡ് ബൈ 10 23.64. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈക്വൽ ടു മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ബൈ മീൻ ഈക്വൽ ടു 23.64/53.3. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ നമുക്ക് കിട്ടിയത് 23.64 ആണ്. മീൻ 53.3 ആണ്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്താൽ 0.44. അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ വാല്യൂസ് താഴെ താഴെ എഴുതുക. പിന്നെ ഏത് ആവറേജ് ആണോ കാണേണ്ടത് ആ ആവറേജ് കണ്ടുപിടിക്കുക. മീൻ ആണെങ്കിൽ മീൻ, മീഡിയൻ ആണെങ്കിൽ മീഡിയൻ. മോഡ് സാധാരണ പതിവില്ല. ഈ മോഡ് ചോദിച്ചാൽ മോഡ് കണ്ടുപിടിക്കണം. പിന്നെ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി എന്നുള്ള കോളം. ഈ ഓരോ എക്സും നമുക്ക് കിട്ടിയ ആവറേജും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ പോസിറ്റീവ് വാല്യൂ അതെഴുതി പിന്നെ ഫോർമുല അപ്ലൈ ചെയ്യാം. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആണെങ്കിൽ അത്, മീഡിയൻ ആണെങ്കിൽ അങ്ങനെ, മോഡ് ആണെങ്കിൽ ആ രീതിയിൽ. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷനും കണ്ടുപിടിക്കാം. Calculate mean deviation from median and its coefficient for the following values: 5, 28, 33, 44, 83, 87, 96, 99, 25, 35, 82. ടോട്ടൽ 11 വാല്യൂസ് ഉണ്ട്. അപ്പോൾ മീഡിയൻ കാണണമെങ്കിൽ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ നമുക്ക് താഴെ താഴെ എഴുതാം. ഏറ്റവും ചെറിയ വാല്യൂ ആദ്യം, പിന്നെ അതിനേക്കാൾ വലുത്, അങ്ങനെ താഴെ താഴെ എഴുതാം. അങ്ങനെ മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ മോസ്റ്റ് വാല്യൂ ആയിരിക്കും. ആദ്യത്തെ വാല്യൂ 5, പിന്നെ 25, 28, 33, 35, 44, 82, 83, 87, 96, 99 എഴുതി. ഇനി മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഐറ്റം എന്നാണ്. മിഡിൽ മോസ്റ്റ് ഐറ്റം വെൻ ദ ഐറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ. ഇവിടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. മിഡിൽ വരുന്നത് 44 ആണ്. 44 ആണ് മിഡിൽ വരുന്ന ഐറ്റം. അതിന് മുകളിൽ 5 ഉണ്ട്, താഴെയും 5 ഉണ്ട്. അപ്പം നടുക്ക് വരുന്നത് 44 തന്നെയാണ്. അപ്പം മീഡിയൻ 44. ഇനി ഓരോ എക്സ് വാല്യൂവും ഈ മീഡിയൻ ആയ 44 തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണേണ്ടത്. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് മീഡിയൻ ഡീവിയേഷൻ ഫ്രം 44 വിത്തൗട്ട് സൈൻ. വിത്തൗട്ട് സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈൻ ഇടുക എന്നുള്ളതാണ്. സൈൻ ഇല്ലാതെ എഴുതിയാൽ പോസിറ്റീവ് ആണല്ലോ. ആ പോസിറ്റീവ് ഡിഫറൻസ് എഴുതുക. 5ഉം 44 തമ്മിലുള്ള ഡിഫറൻസ് 39. 25, 44 ഡിഫറൻസ് 19. പിന്നത്തെ എക്സ് 28 ആണ്. അപ്പോൾ 28ഉം 44ഉം തമ്മിലുള്ള ഡിഫറൻസ് 16. പിന്നത്തെ എക്സ് മൈനസ് മീഡിയൻ എന്താണ്? എക്സ് 33 ആണ്, മീഡിയൻ 44 ആണ്. 33 മൈനസ് 44 അതിൻ്റെ പോസിറ്റീവ് വാല്യൂ 11. പിന്നെ 35 ആണ്. 35 മൈനസ് 44 പോസിറ്റീവ് വാല്യൂ 9. 44 മൈനസ് 44 0. 82 മൈനസ് 44 38. 83 minus 44 39.
87 minus 44, 43. 96 minus 44, 52. 99 minus 44, 55. എല്ലാ എക്സും നിന്നും അങ്ങനെ ഡിഫറൻസ് കാണാം. ഓരോ എക്സും മീഡിയനും തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെ താഴെ താഴെ എഴുതി പോസിറ്റീവ് ഡിഫറൻസ് എഴുതി അതിൻ്റെ ടോട്ടൽ സിഗ്മ മോഡ് ഡി ഈക്വൽ ടു 321 നമുക്ക് കിട്ടി. ഇനി ഫോർമുല അപ്ലൈ ചെയ്യാം. മീൻ ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ മോഡ് ഡി ബൈ എൻ. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഈക്വൽ ടു സിഗ്മ മോഡ് ഡി ബൈ എൻ. സിഗ്മ മോഡ് ഡി 321 ആണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വാല്യൂസ്, ഗിവൺ വാല്യൂസ് 11 ആണ്. 321 by 11 29.18. അടുത്ത കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ബൈ മീഡിയൻ. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ നമുക്ക് കിട്ടിയത് 29.18. മീഡിയൻ കിട്ടിയത് 44. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ 29.18 ആണ്. മീഡിയൻ 44 ആണ്. അപ്പോൾ നമുക്കിവിടെ 29.18 by 44, 0.66. Compute mean deviation about mean and its coefficient for the following data. Number of children 0, 1, 2, 3, 4, 5, 6. Number of families 171, 82, 50, 25, 13, 7, 2. Number of children x തന്നിട്ടുണ്ട്, number of families f കിട്ടിയിട്ടുണ്ട്. എക്സും എഫ്, ഈ എക്സ് ഈ എഫ് രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയാം. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണാൻ സിഗ്മ എഫ് മോഡ് ഡി ബൈ ക്യാപിറ്റൽ എൻ ആണ്. മോഡ് ഡി, ഡി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് അരിത്തമെറ്റിക് മീൻ ആണ്. അപ്പോൾ ആദ്യം അരിത്തമെറ്റിക് മീൻ കാണണം. ഈ ഡിസ്ക്രീറ്റ് സീരീസിൽ അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഫോർമുല സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. ഇവിടെ എക്സും ഉണ്ട് എഫും ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു കോളം എഫ് എക്സ് കണ്ടെത്തണം. അതിൻ്റെ ടോട്ടൽ കണ്ടാൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ, ക്യാപിറ്റൽ എൻ, സം ഓഫ് ഫ്രീക്വൻസീസ് ചെയ്താൽ അരിത്തമെറ്റിക് മീനായി. അരിത്തമെറ്റിക് മീൻ കിട്ടിക്കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി, ഓരോ എക്സ് വാല്യൂവും അരിത്തമെറ്റിക് മീനും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ പോസിറ്റീവ് വാല്യൂ എഴുതുക. ആ ഡിഫറൻസ് പോസിറ്റീവായിട്ട് എഴുതുക. അതിനുശേഷം എഫ് മോഡ് ഡി കാണുക. സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ ആണ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണണമെങ്കിൽ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം അരിത്തമെറ്റിക് മീൻ കാണാം. സിഗ്മ എഫ് എക്സ് ബൈ എൻ. അപ്പോൾ സിഗ്മ എഫ് എക്സ് കാണണമെങ്കിൽ നമുക്ക് ആദ്യം നോക്കാം. എക്സ് 0, 1, 2, 3, 4, 5, 6. എഫ് 171, 82, 50, 25, 13, 7, 2. ടോട്ടൽ 350. എക്സ് അറിയാം, എഫ് അറിയാം. ഇനി എഫ് എക്സ് ഉള്ള കോളം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം. എഫ് എക്സ് 0യും 171 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 0, 1 into 82, 82, 2 into 50, 100, 3 into 25, 75, 4 into 13, 52, 5 into 7, 35, 6 into 2, 12. എഫ് എക്സ് കിട്ടി. അതിൻ്റെ ടോട്ടൽ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 356. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 356. അപ്പോൾ എഫ് എക്സും കിട്ടി, എന്നും അറിയാം, മീൻ കണ്ടു. മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. 356 by 350 ഈക്വൽ ടു 1.02. അരിത്തമെറ്റിക് മീൻ കിട്ടി. ഇനി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി. ഓരോ എക്സും നമുക്ക് ഗിവൺ എക്സ് ഇതാണ് 0, 1, 2, 3, 4, 5, 6. ഇങ്ങനെ ഓരോ എക്സ് വാല്യൂവിൽ നിന്നും ഈ അരിത്തമെറ്റിക് മീൻ മൈനസ് ചെയ്തിട്ടുള്ള ആ ഡിഫറൻസിൻ്റെ പോസിറ്റീവ് വാല്യൂ, അല്ലെങ്കിൽ ആ ഡിഫറൻസ് എഴുതുക, പോസിറ്റീവായിട്ട് എഴുതുക. അപ്പോൾ 0യും 1.02 തമ്മിലുള്ള ഡിഫറൻസ് 1.02. 1ഉം 1.02 തമ്മിലുള്ള ഡിഫറൻസ് 0.02. 2ഉം 1.02 തമ്മിലുള്ള ഡിഫറൻസ് 0.98. 3 1.02 ഡിഫറൻസ് 1.98. 4 1.02 ഡിഫറൻസ് 2.98. 5 1.02 ഡിഫറൻസ് 3.98. 6 1.02 ഡിഫറൻസ് 4.98. ഓരോ എക്സ് വാല്യൂവും അരിത്തമെറ്റിക് മീനും തമ്മിലുള്ള ഡിഫറൻസ് എഴുതി. അതിനുശേഷം എഫ് ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി. ഇതിലെ സെക്കൻഡ് കോളവും ഫോർത്ത് കോളവും തമ്മിലാണ് മൾട്ടിപ്ലൈ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളം, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർത്ത് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 171 into 1.02 ഈക്വൽ ടു 174.42.
82 into 0.02, 1.64. 50 into 0.98, 49. ആഡ് ചെയ്യാൻ എളുപ്പത്തിന് 49.00 എന്ന് എഴുതി. 25 into 1.98, 49.5 എന്നാണ്. അതിനെ ആഡ് ചെയ്യാൻ സൗകര്യത്തിന് 49.50. 13 into 2.98, 38.74. 7 into 3.98, 27.86. 2 into 4.98, 9.96. സം 351.12. അപ്പോൾ സിഗ്മ എഫ് മോഡ് ഡി എന്ന് പറയുന്നത് 351.12. ഇനി മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എന്താണ്? സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ ആണ്. അതായത് സിഗ്മ എഫ് മോഡ് ഡി എന്ന് പറഞ്ഞാൽ 351.12, എൻ എന്ന് പറഞ്ഞാൽ 350. അപ്പോൾ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ഈക്വൽ ടു സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ ഈക്വൽ ടു 351.12 by 350 ഈക്വൽ ടു 1.00 എന്നൊക്കെയാണ്. അപ്പോൾ 1 എഴുതിയാൽ മതി. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ബൈ മീൻ. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ 1 ആണ്. 1 ബൈ മീൻ എന്ന് പറഞ്ഞാൽ 1.02. 1 by 1.02 ഈക്വൽ ടു 0.98. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് എക്സ് വാല്യൂസും എഫ് വാല്യൂസുമാണ്. എക്സ് വാല്യൂസും എഫ് വാല്യൂസും തന്നു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീനാണ് ഇവിടെ കാണേണ്ടത്. അതുകൊണ്ട് എഫ് എക്സ് കണ്ടുപിടിക്കുന്നു. പിന്നെ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഡി, എഫ് ഇൻറ്റു അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഡി. അരിത്തമെറ്റിക് മീൻ സിഗ്മ എഫ് എക്സ് ബൈ എൻ വെച്ച് കാണണം. പിന്നെ മീൻ ഡീവിയേഷൻ കാണുക, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് ദി അരിത്തമെറ്റിക് മീൻ for the following frequency distribution of marks of 60 college students. Marks 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70. Number of students 4, 6, 10, 20, 10, 6, 4. ക്ലാസ്സും ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസിൽ കാണേണ്ടത് എന്താണ്? മീൻ ഡീവിയേഷൻ ആണ്. മീൻ ഡീവിയേഷൻ ഫ്രം അരിത്തമെറ്റിക് മീൻ. എന്താണ് മീൻ ഡീവിയേഷൻ ഫ്രം അരിത്തമെറ്റിക് മീൻ? സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ. സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ. എഫ് ഇവിടെ തന്നതിലുണ്ട്. ഇനി അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഡി ആണ് കാണേണ്ടത്. എന്താണ് അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഡി? എക്സും അതുപോലെ അരിത്തമെറ്റിക് മീനും തമ്മിലുള്ള ഡിഫറൻറ്റ്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ കാണണം. അരിത്തമെറ്റിക് മീൻ കാണണമെങ്കിൽ എന്തെല്ലാം വേണം? ക്ലാസ്സും ഫ്രീക്വൻസിയും ഉണ്ട്. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. അപ്പോൾ എക്സ് വേണം. എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ. അപ്പോൾ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. മിഡ് വാല്യൂ എക്സ് എന്നുള്ള കോളം ഉണ്ടാക്കണം. അതിനുശേഷം എഫ് എക്സ് എന്നുള്ള കോളം വേണം. അതിനുശേഷം അരിത്തമെറ്റിക് മീൻ സിഗ്മ എഫ് എക്സ് ബൈ എൻ വെച്ച് കണ്ടുപിടിക്കണം. പിന്നെ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഡി എന്നുള്ള കോളം ഉണ്ടാക്കണം. എഫ് ഇൻറ്റു അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഡി എന്നുള്ള കോളവും വേണം. ആദ്യം നമുക്ക് ടേബിൾ വരയ്ക്കാം. മാർക്സ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70. Number of students here 4, 6, 10, 20, 10, 6, 4. അതിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാർക്സ് ഒന്നാമത്തെ കോളും മൂന്നാമത്തെ കോളും ക്വസ്റ്റ്യനിലുണ്ട്. സെക്കൻഡ് കോളം നമ്മളിവിടെ ഉണ്ടാക്കുകയാണ്. മിഡ് വാല്യൂ എക്സ് 0 plus 10 divided by 2 equal to 5. 10 plus 20 divided by 2 15. 20 plus 30 divided by 2 25. 30 plus 40 divided by 2 35. 40 plus 50 divided by 2 45. 50 plus 60 divided by 2 55. 60 plus 70 divided by 2 65. ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കാണാൻ ഓരോ ക്ലാസ്സിൻ്റെയും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മിഡ് വാല്യൂ കിട്ടി. മിഡ് വാല്യൂ കിട്ടിയിട്ട് എഫ് നമ്മൾ നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. ഇനി എഫ് എക്സ് 5 into 4 equal to 20. 15 into 6 90. 25 into 10 250. 35 into 20 700. 45 into 10 450. 55 into 6 330. 65 into 4 260. Total 2100. Capital N 60. Sigma fx 2100. Arithmetic mean equal to sigma fx by n. Sigma fx by n equal to 2100 by 60 equal to 35. അങ്ങനെ അരിത്തമെറ്റിക് മീൻ കണ്ടെത്തി. ഇനി അടുത്ത കോളം, അഞ്ചാമത്തെ കോളമായിട്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി. ഓരോ എക്സും അരിത്തമെറ്റിക് മീനും തമ്മിലുള്ള ഡിഫറൻസ് എഴുതണം. എക്സ് ആദ്യത്തെ എക്സ് 5 ആണ്. 5ഉം
അരിത്തമെറ്റിക് മീൻ 35 5 35 അത് തമ്മിലുള്ള ഡിഫറൻസ് 35 5 തമ്മിലുള്ള ഡിഫറൻസ് 30 പിന്നെ 15 35 ഡിഫറൻസ് 20 25 35 ഡിഫറൻസ് 10 35 35 ഡിഫറൻസ് 0 45 35 ഡിഫറൻസ് 10 55 35 ഡിഫറൻസ് 20 65 35 ഡിഫറൻസ് 30 ഓരോ എക്സ് വാല്യൂ അരിത്തമെറ്റിക് മീനും തമ്മിലുള്ള ഡിഫറൻസ് എഴുതി അടുത്ത കോളം എഫ് ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി ഈ ടേബിളിലെ മൂന്നാമത്തെ കോളവും അഞ്ചാമത്തെ കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം മൂന്നാമത്തെ കോളം എഫ് ആണ് അഞ്ചാമത്തെ കോളം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി ആണ് രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ 4 ഇൻറ്റു 30 120 6 ഇൻറ്റു 20 120 10 ഇൻറ്റു 10 100 20 ഇൻറ്റു 0 0 10 ഇൻറ്റു 10 100 6 into 20 120 4 into 30 120 total ചെയ്താൽ 680 sigma f mod d equal to 680 therefore sigma f mod d 680 capital N 60 so mean deviation from mean equal to sigma f mod d by capital N equal to 680 by 60 68 by 6 34 by 3 11.33 ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് കണ്ടു മീൻ ഡീവിയേഷൻ ഫ്രം മീൻ 11.33 ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണാൻ പറഞ്ഞാൽ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ഡിവൈഡഡ് ബൈ മീൻ ആണ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ഇവിടെ എത്രയാണ് 11.33 മീൻ ഡീവിയേഷൻ ഫ്രം മീൻ 11.33 ഡിവൈഡഡ് ബൈ മീൻ എന്ന് വെച്ചാൽ 35 അപ്പോൾ കിട്ടുന്ന വാല്യൂ ഏകദേശം 0.3237 ഒക്കെ ആവും അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വാല്യൂ 0.3237 എന്നുള്ള വാല്യൂ കിട്ടും അടുത്തത് കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ ഓൾസോ ഫൈൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ക്ലാസ് 0 to 10 10 to 20 20 to 30 30 to 40 40 to 50 50 to 60 60 to 70 70 to 80 frequency 18 16 15 12 10 5 2 2 f ന്റെ ടോട്ടൽ 18 plus 16 34 34 plus 15 49 plus 12 61 plus 10 71 plus 5 76 plus 2 78 plus 2 80 ടോട്ടൽ ഫ്രീക്വൻസി 80 ആണ് അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലാസ് കണ്ടെയ്നിങ് ദി n by 2th ഐറ്റം മീഡിയൻ ക്ലാസ് ആദ്യം കണ്ടുപിടിക്കണം മീഡിയൻ ക്ലാസ് ഈക്വൽ ടു ക്ലാസ് കണ്ടെയ്നിങ് n by 2th ഐറ്റം ഈക്വൽ ടു 80 by 2 ക്ലാസ് കണ്ടെയ്നിങ് 80 by 2 അതായത് 40th ഐറ്റം 40th ഐറ്റം ഉള്ള ക്ലാസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം ആദ്യത്തെ ക്ലാസ്സിൽ 18 ആണ് പിന്നെ വരുന്നത് 34 വരെ 19 to 34 വരെ 18 കഴിഞ്ഞാൽ പിന്നെ 16 എണ്ണാണ് 10 to 20 18 കഴിഞ്ഞ് 16 എന്ന് പറഞ്ഞാൽ 19 മുതൽ 34 വരെ പിന്നെ 35 മുതൽ 50 വരെ 20 നും 30 നും ഇടയിലാണ് 35 മുതൽ 50 വരെ അല്ല 35 മുതൽ 49 വരെ ഇവിടെ 18 16 15 ആണ് അപ്പോൾ 34 ഇവിടെ 49 ആണ് വരിക അപ്പോൾ 35 to 49 വരെ 20 to 30 എന്നുള്ള ക്ലാസ്സിലാണ് വരുന്നത് ക്ലാസ് കണ്ടെയ്നിങ് 40th ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ ഇതിലായിരിക്കും അതായത് 20 to 30 ആണ് മീഡിയൻ ക്ലാസ് അപ്പോൾ മീഡിയൻ ക്ലാസ് 20 to 30 കിട്ടി ഇനി എൽ എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 20 അതിനുശേഷം n by 2 80 by 2 40 ഇനി സി എഫ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ് 20 to 30 ആണ് അതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൻ്റെ സി എഫ് എന്നാണ് അപ്പോൾ 18 16 ആഡ് ചെയ്ത് 34 സി എന്ന് പറയുന്നത് 20 30 ഡിഫറൻസ് 10 എഫ് എന്ന് പറഞ്ഞാൽ 20 to 30 ഫ്രീക്വൻസി 15 അപ്പോൾ എൽ 20 n by 2 40 സി എഫ് 34 സി 10 എഫ് 15 then median equal to L plus n by 2 minus CF into C by F equal to 20 plus 40 minus 34 into 10 by 15 20 plus 6 into 10 by 15 20 plus 60 by 15 20 plus 4 ഇനി നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം ക്ലാസ് 0 to 10 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. ഫ്രീക്വൻസി എഴുതി
കുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി. അപ്പോൾ 80 ഡിവൈഡ് ബൈ 2 40, 40th ഐറ്റം വരുന്ന ക്ലാസ്സാണ് മീഡിയൻ ക്ലാസ്. ഇവിടെ ആദ്യത്തെ 18 ഐറ്റംസ് 0 to 10, 19 to 34, 10 to 20, 35 to 49, 20 to 30. അപ്പോൾ 40th ഐറ്റം 20 to 30ലാണ്. അതാണ് മീഡിയൻ ക്ലാസ് 20 to 30 എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പോൾ L20, CF 34, C 10, F 15. അങ്ങനെ മീഡിയൻ നമ്മൾ നേരത്തെ കണ്ടെത്തി 24. ഇനി മിഡ് വാല്യൂ എക്സ് വേണം. മിഡ് വാല്യൂ എക്സ് ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5, 15, 25, 35, 45, 55, 65, 75. ഇനി നമുക്ക് മീഡിയൻ അറിയണം. മീഡിയൻ നേരത്തെ കണ്ടു 24. ആ മീഡിയനും ഓരോ എക്സും തമ്മിലുള്ള ഡിഫറൻസ്. ആദ്യത്തെ എക്സ് 5 ആണ്. 5ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് 19. പോസിറ്റീവായിട്ട് എഴുതിയാൽ മതി. പിന്നെ 15ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് 9. 25, 24 ഡിഫറൻസ് 1. 35, 24 ഡിഫറൻസ് 11. 45, 24 21 ഡിഫറൻസ്. 55, 24 ഡിഫറൻസ് 31. 65, 24 ഡിഫറൻസ് 41. 75, 24 ഡിഫറൻസ് 51. ഓരോ എക്സ് വാല്യൂവും മീഡിയനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എഴുതുന്നത്. അത് പോസിറ്റീവ് ഡിഫറൻസ് വിത്തൗട്ട് സൈൻ എന്ന് പറഞ്ഞത്. അപ്പോൾ പോസിറ്റീവായിട്ട് എഴുതി. അടുത്ത കോളം എഫ് ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി. എഫ് എന്ന് പറയുന്നത് ഇവിടെ സെക്കൻഡ് കോളമാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി എന്ന് പറയുന്നത് 5th കോളമാണ്. അപ്പോൾ സെക്കൻഡ് കോളും 5th കോളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 18 ഇൻറ്റു 19 342. 16 ഇൻറ്റു 9 144. 15 ഇൻറ്റു 1 15. 12 into 11 132. 10 into 21 210. 5 into 31 155. 2 into 41 82. 2 into 51 102. അങ്ങനെ സിഗ്മ എഫ് മോഡ് ഡി ടോട്ടൽ 1182. 1182. ഇനി മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ. സിഗ്മ എഫ് മോഡ് ഡി ഡിവൈഡഡ് ബൈ എൻ. 1182 by 80 equal to 14.775. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ. അപ്പോൾ നമുക്ക് ക്ലാസ് വേണം, ഫ്രീക്വൻസി വേണം. അത് രണ്ടും തന്നിട്ടുണ്ടാവും. കുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം എഴുതി. അതിനുശേഷം മീഡിയൻ L+n/2 - CF × C/F എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് മീഡിയൻ കണ്ടുപിടിച്ചു. പിന്നെ മിഡ് വാല്യൂ എക്സ് എഴുതി. പിന്നെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി. മിഡ് വാല്യൂ എക്സും മീഡിയനും തമ്മിലുള്ള ഡിഫറൻസ് വിത്തൗട്ട് സൈൻ എഴുതി. അതിനുശേഷം എഫ് എന്നുള്ള കോളവും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി എന്നുള്ള കോളവും കൂടെ ഗുണിച്ച് എഫ് ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി എന്നുള്ള കോളം എഴുതി. അതിൻ്റെ സമ്മ് കണ്ടു. ദെൻ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ സിഗ്മ എഫ് മോഡ് ഡി ബൈ ക്യാപിറ്റൽ എൻ. 1182 by 80 14.775. Then coefficient of mean deviation. Mean deviation from median divided by median. Mean deviation from median 14.775. Median 24. Divide ചെയ്തപ്പോൾ 0.616. അപ്പോൾ median 24. Mean deviation from median 14.775. Coefficient of mean deviation 0.616.